ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ 2ാം ദിവസം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ? എക്സാം എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രാമോത്സവത്തിൽ കുറുമ്പിക്കുയിൽ പാട്ടുപാടി. തുടർന്ന് വരുന്ന വരികൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. കൂട്ടിച്ചേർക്കുക. മണിമലക്കാട്ടിലെ മഞ്ഞ പൂമ്പാറ്റ പാറിപ്പറന്നു നീ വന്നാട്ടെ, പൂവിന് ചുറ്റും പാറി നടന്ന് പൂന്തേനുണ്ട് രസിച്ചാട്ടെ. നീ നോക്കൂ, അടുത്ത വരി ആരാണ്? മണിമലക്കാട്ടിലെ കുഞ്ഞനാന. മണിമലക്കാട്ടിലെ കുഞ്ഞനാനയെ കുറിച്ചിട്ടാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ വരികൾ. മണിമലക്കാട്ടിലെ കുഞ്ഞനാന തുമ്പിക്കൈ വീശി വന്നാട്ടെ, മുളങ്കാട്ടിനുള്ളിൽ മേഞ്ഞു നടന്ന് തീറ്റരപ്പി രസിച്ചാട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതാവുന്നതാണ്. ഇനി നോക്കൂ, തിന്നുമതിച്ചു രസിച്ചാട്ടെ. അപ്പം മുളങ്കാട്ടിനുള്ളിൽ മേഞ്ഞു നടന്ന് തിന്നുമതിച്ചു രസിച്ചാട്ടെ. ഇനി മാനിനെ കുറിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇതേ വരി തന്നെ എഴുതാം. മണിമലക്കാട്ടിലെ പുള്ളിമാനെ തുള്ളി തുള്ളി നീ വന്നാട്ടെ, പച്ചപ്പുല്ലുകൾ തിന്നു നടന്ന് കുതിച്ചു പാഞ്ഞു രസിച്ചാട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓരോ കൂട്ടുകാരും വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലേ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം എന്തായിരുന്നു? 7ാമത്തെ ചോദ്യം, രോഗങ്ങളും ജീവികളും. താഴെ കൊടുത്ത പോസ്റ്റർ നോക്കൂ. പോസ്റ്ററിൽ വിട്ടുപോയവ എഴുതി ചേർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. രോഗം പരത്തുന്ന ജീവി. കോളർ ആരാണ് പരത്തുന്നത് കൂട്ടുകാരെ? ഈച്ചയാണല്ലേ. ഇനി കൊതുക് പരത്തുന്ന നമുക്ക് ഏത് എഴുതാം? ഡെങ്കിപ്പനി എഴുതാം അല്ലേ. ദെൻ എലിപ്പനി പരത്തുന്നത് ആരാ? എലിയല്ലേ. ഇനി നോക്കൂ, കോളറ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഛർദി ഉണ്ടാവും അല്ലേ, അതുപോലെ അതിസാരം ഉണ്ടാവും. പിന്നെയോ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടും, അതുമൂലമുള്ള തളർച്ച, അതായത് നിർജ്ജലീകരണം സംഭവിക്കും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ലക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ടാവല്ലോ. എന്തൊക്കെയാണ്? അതിസാരം, ഛർദി, അതുപോലെ തന്നെ നിർജ്ജലീകരണം, അതായത് ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. ഭക്ഷ്യവിഷബാധ. 4 പേർ ആശുപത്രിയിൽ. ഹോട്ടലുകളിൽ പരിശോധന. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പത്രവാർത്ത വായിച്ചല്ലോ. ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല ആഹാരശീലങ്ങൾ പാലിക്കണം അല്ലേ. അപ്പോൾ ശരിയായ ആഹാര ശുചിത്വ ശീലങ്ങൾ എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാ കൂട്ടുകാരെ അല്ല ആഹാര ശുചിത്വ ശീലങ്ങൾ എന്ന് പറയുന്നത്? ആഹാര ശുചിത്വ ശീലങ്ങൾ എന്താണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകണം. പിന്നെയോ ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. ഈച്ചയും മറ്റും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എന്താണ്? പഴകിയതും അഴുകിയതുമായ ഭക്ഷണ സാധനങ്ങൾ എന്ത് ചെയ്യരുത്? കഴിക്കരുതല്ലേ. ദെൻ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ശുദ്ധമായ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. ഇതൊക്കെ എന്താണ്? ആഹാര ശുദ്ധശീലങ്ങളാണല്ലേ. എഴുതിയിട്ടുണ്ടല്ലോ കൂട്ടുകാര്. ഓക്കെ, ഇനി പ്രവർത്തനം 9 ആണല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത്. 9ാമത്തെ പ്രവർത്തനം എന്താണ്? ഡയറി എഴുതാ എന്നുള്ളതാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രാമോത്സവത്തിലെ വിശേഷണങ്ങൾ ചേർത്ത് മണിക്കുട്ടൻ ഡയറി എഴുതി. മണിക്കുട്ടനായിട്ട് സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഡയറി തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാൻ കൂട്ടുകാരെ? ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഡേറ്റും ഡേയും എഴുതണം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഡേയും തന്നെയാവും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ലേ. ഇനി സമയവും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. എന്നിട്ട് എന്തൊക്കെ എഴുതാം? എത്ര മനോഹര ദിവസമായിരുന്നു ഇന്നെന്നൊക്കെ എഴുതാം അല്ലേ. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഉത്സവമായിരുന്നു. രാവിലെ തന്നെ കൂട്ടുകാരോടൊപ്പം അമ്പലപ്പറമ്പിലെത്തി. അതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഡയറിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്ന എക്സാം? എളുപ്പം തന്നെയായിരുന്നു അല്ലേ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ഡേ 2 അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.